നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനീൻ അഭയാർത്ഥി ക്യാമ്പിന് സമീപമുള്ള ജബൻ സിൻ ആശുപത്രി സമുച്ചയത്തിൽ കടന്നുകയറിയ ഇസ്രായേൽ സൈന്യം 3 ഫലസ്തീൻ യുവാക്കളെ വധിച്ചതായി റിപ്പോർട്ടുകൾ. തീവ്രവാദാക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിരുന്ന ഹമാസ് തീവ്രവാദ സെല്ലിലെ അംഗങ്ങളാണ് 3 പേരുമെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. ഇസ്രായേലി സേന രാത്രി ആശുപത്രിയിൽ നുഴഞ്ഞു കയറുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 10 രഹസ്യ ഇസ്രായേലി സൈനികർ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സിവിലിയന്മാരുടെയും വേഷം ധരിച്ചാണ് ആശുപത്രിയിൽ പ്രവേശിച്ചത്. സൈലന്റ് പിസ്റ്റലുകൾ ഉപയോഗിച്ച് ഇവിടെ ചികിത്സയിലായിരുന്ന യുവാക്കളെ കൊലപ്പെടുത്തുകയായിരുന്നു. രഹസ്യ സേനയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ആശുപത്രി പരിസരത്ത് ഹമാസുകളുമായി വെടിവെപ്പ് ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഗസയിലെ ഖാൻ യൂണിസിലും ആക്രമണം കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. അൽ നാസർ ആശുപത്രി വളപ്പിൽ കൂട്ടക്കുഴിമാടം ഒരുക്കി 100 കണക്കിന് മൃതദേഹങ്ങൾ സംസ്കരിച്ചതായ റിപ്പോർട്ടുകളും പുറത്തുവന്നു. ഇസ്രായേൽ ആക്രമണത്തിൽ ആശുപത്രിക്ക് മുകളിലെ ജലസംഭരണി തകർന്നു. അത്യന്തം ഗുരുതര സാഹചര്യമാണുള്ളതെന്ന് ആശുപത്രി അധികൃതർ വെളിപ്പെടുത്തി. അന്താരാഷ്ട്ര കോടതി ഉൾപ്പെടെ ആർക്കും ഇസ്രായേലിനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാവില്ല എന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നു. സമ്പൂർണ്ണ വിജയത്തിൽ കുറഞ്ഞ ഒന്നും തന്നെ സ്വീകാര്യമല്ല എന്നും ഹമാസിന്റെയും ഖത്തറിന്റെയും സമ്മർദ്ദത്തെ ഗൗരവത്തിലെടുക്കുന്നില്ല എന്നും നെതന്യാഹു വ്യക്തമാക്കി. ഖത്തറിനെ കുറിച്ച് താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതായും എന്നാൽ ഈജിപ്തുമല്ല ബന്ധം ഉണ്ടെന്നും നെതന്യാഹു പ്രതികരിച്ചു. അന്താരാഷ്ട്ര കോടതിയുടെ ഇടക്കാല വിധിയുടെ തുടർച്ചയെന്ന നിലയ്ക്ക് UN രക്ഷാസമിതി യോഗം ചേരാനിരിക്കെയാണ് നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. അതേസമയം നെതന്യാഹു സർക്കാരിനെ പിരിച്ചുവിട്ട തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന ആവശ്യം ശക്തമാവുകയാണ്. ഗസയ്ക്കെതിരെ ഇസ്രായേൽ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജിവെക്കണം, തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇസ്രായേലിൽ വിവിധ നഗരങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഗസയിൽ ബന്ദികളാക്കപ്പെട്ടവരുടെ കുടുംബങ്ങൾ നെതന്യാഹുവിന്റെ വസതിക്ക് മുന്നിലും പ്രതിഷേധിച്ചു. ആയിരക്കണക്കിന് ഇസ്രായേലികൾ റൈഫ നഗരത്തിൽ അതുപോലെ തന്നെ ഹൊറേവ കവലയിൽ സർക്കാരിനെതിരെ ഉടനടി തെരഞ്ഞെടുപ്പ് ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ചു. എദിയോത്ത് അർഹോനോത്ത് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ഹൈഫ നഗരത്തിലെ കാർമൽ ഏരിയയിൽ നിന്ന് ഹൊറേവ് കവലയിലെ പ്രതിഷേധ കേന്ദ്രത്തിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ടെലവീവിനടുത്തുള്ള ക്ലാബ് സഭ നഗരത്തിൽ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ എന്ന മുദ്രാവാക്യം ഉയർത്തി 100 കണക്കിന് ആളുകളാണ് പ്രകടനം നടത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നത്. നെതന്യാഹു രാജിവെക്കണമെന്നും തെരഞ്ഞെടുപ്പ് ഉടൻ നടക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. അതിനിടെ വടക്കു കിഴക്കൻ ജോർദാനിൽ സിറിയൻ അതിർത്തിയിൽ സമീപം കഴിഞ്ഞ ദിവസം നടന്ന ഡ്രോൺ ആക്രമണത്തിൽ തിരിച്ചടി നൽകാൻ US പ്രസിഡന്റ് അനുമതി കാത്തിരിക്കുകയാണെന്ന് പെന്റഗൺ. ഗസയിലെ ബന്ദിഭോജനവുമായി ബന്ധപ്പെട്ട ചർച്ചയെ ആക്രമണം ബാധിക്കില്ല എന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഡ്രോൺ ആക്രമണത്തിൽ 3 US സൈനികർ കൊല്ലപ്പെടുകയും 35ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആക്രമണത്തിന് പിന്നിൽ ആരെന്ന കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്നും പെന്റഗൺ നേതൃത്വം അറിയിച്ചു.